ആന വന്നു കഴിഞ്ഞാൽ ഒക്കെ അടിച്ച് പടത്തിയൊക്കെ ചവിട്ടി കൂട്ടി കുഴച്ചിട്ടിട്ട് അങ്ങ് പോകും. ഒരു സാധനം ഇല്ല അവിടെ. നമുക്ക് ഊണ് കഴിക്കാൻ വാഴക്കറിക്ക് അതും കിട്ടൂല. പിന്നെ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവര് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വില 28-30 രൂപയ്ക്ക് ഉണ്ട്. അപ്പം നമുക്കും അത് ഇപ്പൊ ഇവിടെ ആനശല്യം ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് വേഗം കൊത്തി കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ വില കിട്ടാൻ സാധ്യതയില്ല. വേറെ വേല നോക്കാനൊന്നുമില്ല. മനുഷ്യന്മാരൊക്കെ വടിയായി പോകും. അത് തന്നെ കൂടുതലാണെങ്കിൽ. ഇതിപ്പോ ഒരാളെടുത്തുണ്ടെങ്കില് ആന വന്ന് തോർത്ത് കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാ പിന്നെ കാപ്പി മണി കിട്ടുവോ? ശരി പോട്ടെന്ന് പോയല്ലേ. നമ്മളോട് പറഞ്ഞ നടക്കാം. നമ്മളൊക്കെ കൃഷിയൊക്കെ ഒഴിവാക്കി. രാവിലെയും വൈകുന്നേരമാണ് നമ്മളെ പറമ്പ് പിന്നെ വയലിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വെറുതെ ഒരേക്കർ കൃഷി ഇപ്പൊ കൃഷി ഇറക്കണമെങ്കിൽ 40,000 രൂപ ചെലവ് വരും. ആ പൈസ ഇപ്പൊ നമുക്ക് കിട്ടൂല. നമ്മളിപ്പോ കൃഷി ഒഴിവാക്കി വന്നു കഴിഞ്ഞാൽ തരിച്ച് വയലൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഇത് മുഴുവൻ ഇവിടെ ഈ പ്രദേശം ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബൽ മേഖലയാണ്. പണിക്ക് പോയില്ലെങ്കിൽ അന്നത്തെ ഭക്ഷണത്തിന് പോയില്ലെങ്കിൽ പട്ടിണിയാണ്. അതാണ് മെയിൻ വിഷയം. പണി കുറവാണ്. ഓണം കഴിഞ്ഞ ഇനി പണി തീരെ ഉണ്ടാവില്ല. തൊഴിലുറപ്പാണെങ്കിൽ ഓണത്തിന്റെ മുന്നേ നിർത്തി വെച്ചതാണ്. അതൊക്കെയാണ് സിറ്റുവേഷൻ. അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ പല മേഖലയിലും പണിയെടുക്കുന്നുണ്ട്. അതിനൊക്കെ സർക്കാർ നിയന്ത്രണം കൊണ്ടുവരണം. നമ്മളെല്ലാ പണിയും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ആൾക്കാരെ കയറ്റി എടുത്തതിന്റെ ശേഷം മറ്റു സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികളെ ഇറക്കാൻ പാടുള്ളൂ. ഇവിടെ അന്യ സംസ്ഥാന ബംഗാളികളൊക്കെ വന്നിട്ട് ഇന്നലെ വന്നില്ലേ? എന്തായിരുന്നു പേര് നിങ്ങള്? എന്റെ പേര് മണി. ഇന്നലെ ആന കണ്ടിരുന്നോ? രാത്രി കണ്ടില്ല. തൊട്ടടുത്ത് കൂടി പാസ് ചെയ്തു. ആനേനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ. ആണ്, ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. എന്താണ് ചെയ്യാ? ശരി, നിങ്ങൾ ഇതിനു വേണ്ടി എന്തെങ്കിലും പ്രതിഷേധം ഇത് നടത്തുന്നുണ്ടോ? നടത്തിയിട്ടെന്താ കാര്യം ചേട്ടാ? ഒരു കാര്യമില്ല. പ്രതിഷേധം കൊണ്ട് ഒരു കാര്യമില്ല. ആന സ്ഥിരം വരുന്നത്. അതെ, ഫെൻസിങ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ? ഫെൻസിങ് ഉണ്ട്. ഫെൻസിങ് ഇട്ടിട്ടും കാര്യമില്ലല്ലോ. ഇല്ല, ഒരു രക്ഷയില്ല. ഇപ്പൊ കൃഷിപ്പണി കൊണ്ട് സ്വന്തം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വയലൊക്കെ വെറുതെ ഇട്ടിരിക്കുകയാണ്. വയലെന്ന് വെച്ചാൽ ഒന്നും അങ്ങനെ ഇല്ല. എന്നാൽ സാധാരണ കൂലിപ്പണിക്ക് തന്നെ ഇപ്പം ഇറങ്ങാൻ മടിയാണ്. അതെ, കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് നാട് നടന്നാണ് ഇപ്പൊ പണി. പണികളില്ല അല്ലെ? ഇല്ല. ഈ വന്യമൃഗശല്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ശക്തമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പണി ഉണ്ടാവും. ഓക്കെ ശരി, ആയിക്കോട്ടെ. വിജയുടെ ഇവിടെ മാറി അപ്പൊ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇതിനെന്താ മാർഗം? ശാശ്വത പരിഹാരം കാണുക. ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അതായത് ശരിക്ക് പിന്നെ ഇടുക, ഷോക്ക്, അതിശക്തമായ ഷോക്ക് കൊടുക്കുക. അത് ചെറിയൊരു തോതിലൊക്കെ ഷോക്ക് കൊടുത്തിട്ട് ഓട്ടിക്കും, പുറത്തേക്ക് ഇറങ്ങും. എല്ലാ കൃഷിക്കാരുടെ കൃഷി മുഴുവൻ നാശാക്കും. അതാണ് ഫെൻസിങ് കൊണ്ടൊന്നും വിജയിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പണ്ട് ട്രെഞ്ചിങ് വന്നിട്ട് എന്തായി കാര്യം? ട്രെഞ്ചിങ് ആന പിന്നെ കൊമ്പ് കൊണ്ട് കുത്തി നിരത്തി ആന ഇങ്ങോട്ടേക്ക് ട്രെഞ്ച് കിടക്കും. ഇപ്പൊ ഫെൻസിങ്ങാ വരുന്നത്. ഫെൻസിങ് വന്നു കഴിഞ്ഞാല് ചെറിയൊരു പിന്നെ ഒരടി വലിപ്പം ഉള്ള പിന്നെ പോസ്റ്റാണുള്ള കാല്. ആ കാലൊക്കെ ചവിട്ടി മറിച്ചിട്ട് ആനയ്ക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് കിടക്കാൻ കഴിയും. വയനാട് ജില്ലേനെ സംബന്ധിച്ചിടത്തോളം യാതൊരു രക്ഷയില്ല.
ഇനിയിപ്പം വല്ല ടൂറിസം മേഖല ടൂറിസം മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് എന്ത് ടൂറിസ്റ്റ് മേഖലയാണ് ഇവിടെ ഉണ്ടാകും. ജീവിതം അവതാളത്തിലാണ്. അതെ, മുതലാളിമാർ ഇവിടെ വന്നിട്ട് പിന്നെ ഇപ്പൊ ഈ വശത്ത് തന്നെ കുറെ റിസോർട്ടുകളുണ്ട്. ടൂറിസ്റ്റ് മേഖല വന്നു കഴിഞ്ഞാല് പാവപ്പെട്ടവർക്ക് ടൂറിസ്റ്റുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അവര് കൂലിപ്പണിക്ക് പോയിട്ടാണ് അന്നുള്ള ഉപജീവന മാർഗം നോക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. ആന തകർത്ത ജീവിതം ഇത് കണ്ടില്ലേ? ഇതൊക്കെ ആന ഇടിച്ച് നിരത്തി. ഇതൊക്കെ ആന വരുന്ന വഴിയാണ്. ഇതൊക്കെ ആന വരുന്ന വഴി. വരുന്ന ആന വരുന്ന വഴിയാണ്. നല്ല തോട്ടാണ്, കാപ്പി തോട്ടാണ്. മനുഷ്യന് ഒരു 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആന വരുന്ന വഴിയാണ്. ഒരു 7 മണി കഴിഞ്ഞാൽ 7 മണി ആയി കഴിഞ്ഞാൽ ആനന്റെ ഫുൾ ശല്യങ്ങളായിരിക്കും പറയുന്നത്. അതാണ് സ്ഥിതി. ചക്ക കിട്ടൂല, മാങ്ങ കിട്ടൂല, ഒരു സാധനം കിട്ടൂല. ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു സാധനം കിട്ടൂല. ആന, പന്നി, മയില്, മാന്, കുരങ്ങ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വന്യമൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പൊ എന്താ കടുവ, പിന്നെ കഴിഞ്ഞ കൊല്ലം പിന്നെ അമ്മാനിന്നൊരു കടുവേനെ പിടിച്ചോണ്ട് പോയി. ഇപ്പം പിന്നെ കടുവേന്റെ ശല്യം കാണുന്നില്ല. ഇനി എപ്പോഴാ കടുവും കൂടി കടുവെന്നൊന്നും പറയാൻ പറ്റൂല. 2 കിലോമീറ്റർ അപ്പുറത്ത് കടുവുണ്ട്. അതാണ് അതിന്റെ സിറ്റുവേഷൻ. ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 500 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. ഏത് സമയവും ആനേനെ പ്രതീക്ഷിക്കാം. ഏത് സമയം പന്നികളൊക്കെ ഇപ്പൊ ഫോറസ്റ്റില് കുറവാണ്. ഇപ്പൊ മുഴുവൻ പറമ്പുകളിലാണ് ഉള്ളത്. ചേന, ചേമ്പ്, കാച്ചില്, കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ഒരു സാധനവും കിട്ടൂല. കൂട്ടായിട്ട് തന്നെയാ വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ മാനും ഉണ്ട്. മാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര മാനുശല്യ. ഒരു പയറിന്റെ ഒരു ഇല വെക്കൂല. മാൻ ഇഷ്ടംമാതിരി ഉണ്ട്. നാട് കാടായി. അതാണിത്. ഇതിലും വെച്ചാൽ നമ്മളിവിടുന്ന് സർക്കാർ ഇടയ്ക്കെങ്കിലും പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. കാട്ടിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതെന്തെങ്കിലും കൃഷിയത്ത് ജീവിക്കാനാണ് നമ്മളത് പോണ്ടിയെന്നാണ് നമ്മൾ പറയുന്നത്. നാട്ടിലാണ് പറയാറുള്ളത്. കാരണം ഇതിന് തന്നെ നിയന്ത്രണമൊന്നുമല്ല. ഒന്നും ഓട്ടിക്കാൻ വരാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒരു വാഴക്കൊല വരെ കിട്ടാനില്ല. നമ്മളെ പറമ്പിലൊക്കെ ഇഷ്ടംമാതിരി വാഴക്കൊല. തേങ്ങയ്ക്കൊക്കെ വില കൂടാൻ കാരണം എന്താണ്? വയനാട് ജില്ലയിൽ ഇഷ്ടംമാതിരി തേങ്ങ ഉണ്ടായിരുന്നു. കുറെ പിന്നെ കൂമ്പടപ്പൻ രോഗം വന്നു. അതിന്റെ പുറമെ ഓരോ വർഷവും വന്നിട്ട് ആന ഇങ്ങനെയുള്ള തെങ്ങും കഴുങ്ങും മുഴുവൻ ചവിട്ടി ഒടിച്ചിട്ട് കളഞ്ഞിട്ട് നമുക്കൊക്കെ എത്ര തേങ്ങ ഉണ്ടായിരുന്നു. അരയ്ക്കാൻ തേങ്ങ ഉണ്ടായിരുന്നു, വിൽക്കാൻ വരെ തേങ്ങ ഉണ്ടായിരുന്നു, ആട്ടാൻ തേങ്ങ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരൊറ്റ തെങ്ങില്ല. ഒരു തെങ്ങിന് തരിക 600-700 ഉറുപ്പ്യ തരും, നല്ല കൊലയുള്ള തെങ്ങിനാണെങ്കിൽ. അത് ഒരു കൊല്ലം കഴിഞ്ഞ് അത് കഴിഞ്ഞു. ഇതൊക്കെയാണ് സിറ്റുവേഷൻ. ഇഷ്ടംമാതിരി തെങ്ങുണ്ടായിരുന്നു, ഒരൊറ്റ തെങ്ങ് കാണാനില്ല. ഇപ്പൊ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. കൃഷിക്കാരന് കഴിഞ്ഞിന്റെ മണ്ട പോയി ഇപ്പൊ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ട്. ഒരു കഷ്ണം അടക്കിയില്ല. അടക്കിക്കൊക്കെ 14 ഇതാണ് നമ്മളെ സിറ്റുവേഷൻ. അമ്മാനി ഓണിവേൽ ഉന്നതി. പറഞ്ഞു മൈക്ക് കൊടുക്കും. ആനനെ പറ്റി എന്താണ് അഭിപ്രായം? ആനശല്യത്തിനെ പറ്റി എന്താ പറയണ്ടേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടിന്റെ അടുത്തൊക്കെ വന്നിട്ട് പോകും. ഞങ്ങൾക്ക് പേടിയാണ്. കൂട്ടായിട്ടും വരുത്തുണ്ട്, ഓരോന്നായിട്ടും വരുത്തുണ്ട്. പേടിയാണ്, പുറത്തിറങ്ങാൻ പേടിയാ. പേരെന്തായിരുന്നു? എന്റെ പേര് ശാന്ത. ശാന്തേച്ചിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ശാന്തേച്ചി പറയുന്നത് പണിയും കുറവാണ്. ഇപ്പൊ പണിയും കുറവാ. കൃഷിപ്പണി ഈ കൃഷികളൊന്നും ചെയ്യുന്നില്ല. ഈ വയലൊന്നും കൃഷി ചെയ്യുന്നില്ല അല്ലെ? ആനശല്യം കൊണ്ട്. അതുകൊണ്ട് പണി ഉണ്ടാവില്ല അല്ലെ? പണി ഉണ്ടാവില്ല. പിന്നെ രാവിലെ പോകാനും ബുദ്ധിമുട്ടാണ്. രാവിലെ പോണെങ്കിൽ ആനേനെ പേടിച്ചിട്ട് പോകാൻ പറ്റില്ല. ആനയെ, പന്നി എല്ലാം അങ്ങനത്തെ. ശ്രദ്ധിച്ചു പോ കുട്ടാ. ഇത് കാണുന്ന വഴികളാണ്. എന്താണ്
പൂരാക്കടയിലാണ്. നമുക്ക് വിഷ്വല് കിട്ടുന്നില്ല. വിഷ്വല് കിട്ടാണ്ടാണ് ഇപ്പൊ പോകുന്നത്. ഇവിടെ അങ്ങ് ഒരു ലൈറ്റ് കാണുന്നുണ്ട്. എന്താ ചെയ്യല്ലേ, ഓരോരുത്തരും വിഷമങ്ങൾ കേൾക്കുമ്പോ നമുക്ക്